ജർമ്മനിയിൽ സിറോ മലബാർ സഭയുടെ തരംഗമായി യൂത്ത് മൂവ്മെന്റ് ത്രിദിന സംഗമം. പഠനത്തിനും ജോലിക്കുമായി ജർമ്മനിയിൽ താമസമാക്കിയ സിറോ മലബാർ സഭാംഗങ്ങളുടെ സമ്മേളനം നാടിന് ഉത്സവാഘോഷമായി മാറി. കൊളോണിൽ നടന്ന സംഗമത്തിൽ 200ഓളം യുവജനങ്ങളും 184 നവകുടുംബങ്ങളും 64ഓളം കുട്ടികളുമാണ് പങ്കെടുത്തത്. യൂറോപ്പിലെ സിറോ മലബാർ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റ് ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജർമ്മനിയിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇഗ്നേഷ്യസിന് ഒരു കയ്യടി കൊടുക്കണം. എൻ്റെ ഒരു സ്വപ്നമാണ് ഈ സിറോ മലബാർ സഭയുടെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് വന്നപ്പോൾ എന്തു ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ വന്ന ഓരോ സിറോ മലബാർ സഭ അംഗങ്ങളും ഒരു കൗണ്ടർ കൾച്ചർ ഇവിടെ കൊടുക്കാൻ സാധിക്കണം. അത് നമ്മുടെ യുവജനങ്ങൾക്ക് അവരൊരുമിച്ച് കൂടുമ്പോൾ ആ ബന്ധങ്ങളിൽ നിന്ന് വളരെ പ്രത്യേകമായിട്ട് യേശുവായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് 2 തരം ബന്ധം. ഒന്ന് കുമ്പസാരക്കൂടിനോടുള്ളൊരു ബന്ധം, 2 ആരാധനയിൽ ഈ യൂക്കറിസ്റ്റിൽ ആയിരിക്കുന്ന യേശുവിനോടുള്ള സ്നേഹം. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ ഈ കൗണ്ടർ കൾച്ചർ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. യൂറോപ്പിലെ SMYM യൂത്ത് ഡയറക്ടർ ഫാദർ ബിനോജ് മുളവരിക്കൽ നയിച്ച സംഗീത വിരുന്നും ആരാധനകളും സംഗമത്തെ ആത്മീയ സാന്ദ്രമാക്കി. സമ്മേളനത്തെക്കുറിച്ച് അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെ: നമ്മൾ ഈ തണൽ കൊള്ളുന്ന മരങ്ങളൊന്നും നമ്മൾ നട്ടതല്ല. നമ്മൾ ഇരിക്കുന്ന പള്ളി, നമ്മൾ കാണുന്ന ഈ ഹോളുകൾ, ഇവിടെയുള്ള കെട്ടിടങ്ങൾ പലതൊന്നും നമ്മൾ പണിതല്ല. പക്ഷെ ആരോ പണിത കെട്ടിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. ഒരു 15 വർഷത്തിനുള്ളിൽ, 15-20 വർഷം മേ ബി അതിനുള്ളിൽ യൂറോപ്പിൽ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഒരു പള്ളി നിറയെ മലയാളികളായിരിക്കും. 15 കിലോമീറ്റർ ഉള്ളിൽ ജർമ്മൻ സഭയെ, ജർമ്മനിയെ നമ്മൾ റെവല്യൂഷനൈസ് ചെയ്യും. ഇവിടുത്തെ സഭയെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ ഇവിടെ ഒരു നോമ്പുകാല ധ്യാനത്തിന് പോയപ്പോൾ ഓസ്ട്രേലിയയിലെ അവിടുത്തെ കുട്ടികൾ കാറ്റീസം പഠിക്കുന്നത് നമ്മുടെ പള്ളികളിലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവരിപ്പോൾ കാറ്റഗീസം തുടങ്ങാൻ ചിന്തിക്കുന്നു. നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ടെസ്റ്റിമണിയും വിറ്റ്നസ് കണ്ടിട്ട് ജർമ്മൻ സഭ പോലും പല കാര്യങ്ങളിലേക്കും അവരുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു വരും. ജർമ്മനിയിലെ പുതിയ ഒരുപാട് നന്മയുടെ തണൽ കൊള്ളാൻ SMYM പ്ലാറ്റ്ഫോമുകൾ കാരണമാണ്. ജോസഫ് അന്നംകുട്ടി ജോസ് ആയിരുന്നു ഈ അവേക്ക് ജർമ്മനിയുടെ റിസോഴ്സ് പേഴ്സൺ. നിവേദിത സൈക്കോ സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സർട്ടിഫൈഡ് ആയ 17ഓളം സിസ്റ്റേഴ്സ്, 200ഓളം യൂത്ത് ലീഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളെപ്പറ്റി വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് 11ഓളം വൈദികരും സിസ്റ്റേഴ്സും യുവജനങ്ങളോട് സംസാരിക്കാനും സമയം കണ്ടെത്തി. മ്യൂണിച്ച്, കൊളോൺ, ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള യുവജനങ്ങളാണ് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചത്. സിറോ മലബാർ അപ്പസ്റ്റോലിക് കോർഡിനേറ്റർ ജനറൽ ഫാദർ ക്ലെമൻ ചിറയത്ത്, ഫാദർ ആന്റണി കൂട്ടുമേൽ, ഫാദർ അലക്സ് തെക്കേക്കുറ്റ്, ഫാദർ തോമസ് കർഗയിൽ, ഫാദർ ജോൺസൺ തോട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. 2020 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു കൂട്ടായ്മ ഇന്ന് ജർമ്മനിയുടെ ഒരു 19-20 സ്ഥലങ്ങളിൽ SMYM യൂണിറ്റുകളായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയും അവരെ ആത്മീയമായിട്ട് ചേർത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തമ്പുരാൻ ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. SMYM ജർമ്മനിയുടെ ചാപ്ലിൻ ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMIയുടെയും SMYM ആനിമേറ്റേഴ്സ് സിസ്റ്റർ റീജ ആന്റണി, സിസ്റ്റർ ലിസ് മരിയ, ഡോക്ടർ സുബിൻ, SMYM നാഷണൽ കോർഡിനേറ്റർ ആഷ്ലി ജോൺ കൊളോൺ, മറ്റ് SMYM നാഷണൽ റീജിയണൽ മെമ്പേഴ്സുമാണ് ഇതിനുള്ള പശ്ചാത്തലം ഒരുക്കിയത്.